ആനി ചേച്ചിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ പാട്ട് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല. അപ്പൊ ഒരു പാട്ട് പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും അഭിനേത്രി എന്നുള്ള ഇതല്ലാതെ വേറെ എന്ത് കലാരൂപമാണ് ചേച്ചിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്? അല്ല, ശരിക്കും എനിക്ക് വീണ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇൻസ്ട്രുമെന്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അന്വേഷിച്ചപ്പോ ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടാന്ന് പറഞ്ഞു. പിന്നെ പാട്ട് ആസ്വദിക്കാത്ത ആരാ ഉള്ളേ? നമ്മളായാലും എന്നെ ഒന്ന് മൂളിപ്പാട്ടായാലും പാടുകയല്ലേ, ശ്രുതിയും ഇതൊന്നും ശരിയല്ലെങ്കിൽ പോലും. അല്ല, പക്ഷെ ഞാൻ ഈ 3 കുട്ടികളുടെ അമ്മയല്ലേ, അപ്പൊ 3 കുട്ടികളെ നന്നായി താറാട്ടെല്ലാം പാടിയിട്ടുണ്ടാവല്ലോ, ഉറപ്പാണ് അല്ലേ? ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മള് ബോൺ സിംഗേഴ്സ് ആണ്, എല്ലാ അമ്മമാരും ബോൺ സിംഗേഴ്സ് ആണ്. അപ്പൊ അതില് ഒന്ന് മൂളി. അയ്യോ വേണ്ട, ഞാൻ അങ്ങനെയല്ല ഉറക്കുന്നതൊന്നും. ഞാനിങ്ങനെ താരാട്ട് പാടി അല്ല ഉറക്കുന്നത്. ഞാനിങ്ങനെ ചീഞ്ചട്ടിയിലേക്ക് 2 കരിവേപ്പില എടുത്തിടൂ, കടുകുവറ അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ താരാട്ട് പാടി അങ്ങനെയൊന്നുമില്ല. അന്നേരം ഈ പിള്ളേരന്നേല് വലിയ ഗ്യാപ്പില്ല. അപ്പത്തേനും ആ മൂത്താള് വന്ന് ഒരാൾ തൊട്ടിൽ കിടക്കുമ്പോൾ മൂത്താള് വന്നു വെച്ചാൽ അമ്മേ എന്നെ അവിടെ പോയി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഞാൻ ഒന്ന് ഉറക്കി വെച്ച് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരട്ടി ഓടിക്കുന്ന വരുവാ. അല്ല അങ്ങനെ താരാട്ട് പാടാൻ അതിന് മുമ്പേ കൊച്ചുറങ്ങും. അതെ. എന്ന് നല്ല പിള്ളേര്. ഷാജി സാറിന്റെ പൊതുവെയുള്ള നേച്ചർ എങ്ങനെ? ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ ഭയങ്കര അങ്ങനെ പാട്ട് ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണോ? ദേഷ്യക്കാരൻ? ദേഷ്യക്കാരൻ എന്ന് പറഞ്ഞാൽ വർക്ക് നടക്കുമ്പോൾ ദേഷ്യമുണ്ട്, അല്ലാതെ ഏറ്റവും പക്ക ഫാമിലി പേഴ്സണാണ്. ഈ എപ്പോഴെങ്കിലും ഡയറക്ഷനിൽ ഇടപെട്ടിട്ടുണ്ടോ? സ്ക്രിപ്റ്റിലോ ഡയറക്ഷനിലോ? അതായത് അങ്ങനെ അഭിപ്രായങ്ങള് ഷാജിയേട്ട ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട്? അത് ആദ്യമൊക്കെ ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ കഥ പറയും. പക്ഷെ അത് പിന്നെ പറഞ്ഞു വരും ആ കഥയല്ലായിരിക്കും. സിനിമയിൽ കാണുമ്പോൾ അതേ അല്ലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ ഞാൻ ലാസ്റ്റ് സിനിമ കണ്ടോളാന്ന് പറയും. വെറുതെ എന്റെ തല പോകാൻ എനിക്ക് താല്പര്യമില്ല. അതല്ലേ. നിങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ അടുത്ത ഏതൊരു സിനിമ കണ്ടത്? അടുത്ത് കണ്ടത് വിജയുടെ ലിയോ ഫാദർ. തീരെ പ്രതീക്ഷിക്കാതെ. അതെ, ഞാൻ ചോദിക്കാൻ പോണേന്ന് വിസിലടിക്കാറുണ്ടോ? നോക്കുമ്പോ വിസിലടിക്കുന്ന പടങ്ങളാണ് കണ്ടത്. ലിയോ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു വേറെ പടമായിരിക്കും പറയാന്ന് എന്റെ മനസ്സിൽ. ഈ ഷാജി സാറിന്റെ പടങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് പടം എന്തെങ്കിലും? ഉറപ്പായിട്ട് നരസിംഹമൊക്കെ. ശ്വേതാജി ഇതുവരെ നമ്മുടെ കണ്ടസ്റ്റന്റിൽ 2 പേര് അവര് ഡാൻസ് കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ അവര് നമ്മള് പാട്ട് പാടി ഞാൻ കേട്ടിട്ടില്ല. ശ്വേതാജിയും കേട്ടിട്ടുണ്ടാവില്ല. അതേടാ, ഞാനും കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ എല്ലാത്തിനും ലിഷ്യൂ നിവേദ്യത്തിന് മാത്രമേ പാട്ട്. അതെ. പക്ഷെ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ആനി ചേച്ചി എപ്പോഴും ഡാൻസ് ചെയ്യുന്ന ഒരു അമ്മയും മകളും. അവർ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് പിന്നെ ആനി ചേച്ചി വന്നോണ്ട് അതായിരിക്കും. അതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അവരൊരു പാട്ട് പാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരെ വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ദിവ്യശ്രീ ആൻഡ് രുദ്രലക്ഷ്മി.